ഞാൻ ഇന്ന് പത്തനംതിട്ട KSRTC ബസ് സ്റ്റാൻഡ് ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഇവിടുന്ന് ഞാൻ ഇന്നൊരു വലിയൊരു യാത്ര പോവുകയാണ്. ഏകദേശം 5-6 മണിക്കൂർ നീണ്ടിരിക്കുന്ന ഒരു യാത്ര. കാടിനകത്തൂടെ ഒരു 4-4.5 മണിക്കൂർ കാട്ടിൽ കൂടെയുള്ളൊരു യാത്ര. അത് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും. അതെ, ഞാൻ ഇന്ന് പത്തനംതിട്ടയിൽ നിന്ന് ഗവി വഴി കുമളിക്കാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പത്തനംതിട്ട ഡിപ്പോയിൽ നിന്ന് 3 സർവീസുകളാണ് ഗവിക്കുള്ളത്. അതിലൊന്ന് രാവിലെ 5:30-നും രണ്ടാമത്തേത് 6:30-നുമാണ് ഉള്ളത്. ഞാൻ പോകുന്നത് പത്തനംതിട്ടയിൽ നിന്ന് ആദ്യം പുറപ്പെടുന്ന 5:30-ൻ്റെ ബസ്സിലാണ് പോകുന്നത്. അപ്പം ഗവിയിലേക്കുള്ള അതിമനോഹരമായ കാഴ്ചകൾ കാണാനുള്ള ആഗ്രഹത്തിലാണ്. ഈ പത്തനംതിട്ട ആയിട്ട് പോലും ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഗവിക്ക് പോകുന്നത്. അപ്പം ഞാനിവിടെ സ്റ്റാൻഡിൽ ഇങ്ങനെ ബസ് കാത്തി നിൽക്കുകയാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നതുകൊണ്ട് എനിക്ക് ഒരു തെറ്റ് പറ്റിപ്പോയി. കാരണം ബസ് കാത്തു നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മുമ്പിലിരിക്കാനുള്ള സീറ്റ് നഷ്ടപ്പെടുക തന്നെ ചെയ്യും. അത് ഞാൻ അനുഭവിച്ച് തന്നെ അറിഞ്ഞു കേട്ടോ. അപ്പം നമ്മുടെ ബസ് കിടക്കുന്നത് ഈ സ്റ്റാൻഡിന് പുറകിലായിട്ട് ഞാൻ കാണിക്കാം. ഇവിടെ നോക്കിക്കേ, കേരളത്തിൻ്റെ പല ഭാഗത്ത് നിന്ന് ഇവിടേക്ക് പത്തനംതിട്ടയിലേക്ക് ഒട്ടനവധി സർവീസുകൾ KSRTC നടത്തുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഗവിക്ക് പോകാനുള്ള ബസ്. അവൻ ഇവിടെയാണ് കിടക്കുന്നത് കേട്ടോ. ഞാൻ കുറച്ച് താമസിച്ചുകൊണ്ട് ഫ്രണ്ടിലത്തെ സീറ്റ് എനിക്ക് കിട്ടിയില്ല കേട്ടോ. ആ കാണുന്നതാണ് നമ്മുടെ ഗവി ബസ്. അപ്പം നമുക്ക് ബസ്സിനകത്തേക്ക് പോകാം. ഇത് സ്റ്റാൻഡ് പിടിക്കുന്ന ഏകദേശം 5:15 ആകുമ്പോഴത്തേക്കിനെ സ്റ്റാൻഡ് പിടിക്കത്തുള്ളൂ കേട്ടോ, ഗവി കുമളി ബസ്. അങ്ങനെ ഞാൻ കയറിയിരുന്നു. എനിക്ക് പുറകിലത്തെ സീറ്റാണ് കിട്ടിയത്. അതിനെ ഞാൻ നിരാശപ്പെടുത്തി. 208 രൂപയാണ് ഇവിടുന്ന് ഗവിയിലേക്ക് ഇപ്പോൾ ആളെ ഇറക്കത്തില്ല കേട്ടോ. അതൊക്കെ ഞാൻ വഴിയാ പറയാം. അപ്പം ഇവിടുന്ന് കുമളിക്കുള്ള ടിക്കറ്റ് റേറ്റ് 208 രൂപയാണ്. അങ്ങനെ കറക്റ്റ് 5:30 ആയപ്പോഴത്തേനും നമ്മുടെ ബസ് സ്റ്റാൻഡിൽ നിന്ന് പത്തനംതിട്ട KSRTC ഡിപ്പോ സ്റ്റാൻഡിൽ നിന്ന് എടുത്തിരിക്കുകയാണ്. അതിമനോഹരമായ കാഴ്ചകളും ഭംഗിയും ആസ്വദിക്കാനാണ് ഞാൻ ഇന്ന് ഗവിക്ക് പോകുന്നത്. അതും ഈ വേനൽക്കാലത്ത്. എല്ലാവരും മഴയത്തും മഞ്ഞുകാലത്തും ഒക്കെ പോയതിൻ്റെ വീഡിയോസൊക്കെ ഒട്ടനവധി നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇത് വേനൽക്കാലത്തെ ഒരു യാത്രയാണ്. അപ്പം നമ്മുടെ ബസ് പുറപ്പെട്ടു. നമ്മുടെ ബസ് വർക്കിംഗ് ഡേ അല്ലാത്തത് കൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ ബസ് ഫുള്ളായിരുന്നു. ഈ ഗവി യാത്ര എന്നെ വളരെ നിരാശപ്പെടുത്തി. കാരണം ഈ ഗവിയിലേക്ക് ഇപ്പം പോകുന്ന KSRTC ബസ്സിൽ നമുക്ക് ഗവിയിൽ ഇറങ്ങാനായിട്ട് പറ്റുകയില്ല. നമുക്ക് കുമളിയിൽ ഇറങ്ങണം. ഗവിയിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഇപ്പം ബസ് നിർത്തത്തില്ല. കാരണം ഫോറസ്റ്റിൻ്റെ എന്തോ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. അവിടെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് വേനലൊക്കെ അല്ലേ, അതുമായി ബന്ധപ്പെട്ട് സഞ്ചാരികളെ അനുവദിക്കുന്നില്ല. ബസ്സിലാണെങ്കിൽ പോലും അവിടെ ഇറക്കി സൈറ്റ് സീയിങ്ങിന് അനുവദിക്കുന്നില്ല. പത്തനംതിട്ടയിൽ നിന്നും ഗവിയിലേക്കുള്ള ഈ സർവീസ്, ഗവി വഴി കുമളിക്കുള്ള ഈ സർവീസാണ് KSRTCയുടെ ഏറ്റവും ദൈർഘ്യമേറിയ ഫോറസ്റ്റ് റൂട്ടിൽ കൂടെയുള്ള സർവീസ്. ഇതിനായിട്ട് KSRTC ഉപയോഗിക്കുന്നത് കട്ട് ചേസ് ബസ്സുകളാണ്. അങ്ങനെ നമ്മൾ കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം ആങ്ങാമൊഴി എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വണ്ടി സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത്. നേരത്തെ മൂഴിയാർ KSEBയുടെ ഓഫീസിലാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ അറേഞ്ച് ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് കഴിച്ചിട്ട് വേണം അകത്തേക്ക് പോകാനായിട്ട്. ഈ വേനൽക്കാലത്ത് നമ്മൾ ഗവി യാത്ര നടത്തുകയാണെങ്കിൽ കുറച്ച് റെസ്ട്രിക്ഷൻസൊക്കെ നമുക്കുണ്ട്. അതായത് എല്ലായിടത്തും വണ്ടി, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എല്ലായിടത്തും നമുക്ക് ബസ് നിർത്തി നമുക്ക് സൈറ്റ് സീയിങ് ഒന്നും കാണാനായിട്ട് അവർ അനുവദിക്കത്തില്ല. അങ്ങനെ നമ്മൾ ആങ്ങമൊഴി ചെക്ക് പോസ്റ്റിലെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ സമയം ഒരു 7 മണിയൊക്കെ ആയി കാണും. അങ്ങനെ ആങ്ങമൊഴി ചെക്ക് പോസ്റ്റിലെത്തി. ആങ്ങമൊഴി ചെക്ക് പോസ്റ്റ് വഴി നമുക്ക് നേരത്തെ സ്വകാര്യ വാഹനങ്ങളുമായിട്ട് ഗവിയിലേക്ക് പോകാമായിരുന്നു. ഒരു ദിവസം ഇത്ര വാഹനങ്ങൾ നമുക്ക് കടത്തി ഇതുവഴി വിടുമായിരുന്നു. പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് പാസ് എടുത്തിട്ട് നമുക്ക് സ്വകാര്യ വാഹനങ്ങളുമായിട്ട് നേരത്തെ ഗവിക്ക് പോകാമായിരുന്നു. ഇപ്പം പോകാനായിട്ട് സാധ്യമല്ല, കയറ്റി വിടത്തില്ല കേട്ടോ. ഒരു വാഹനങ്ങളും ഇപ്പം സ്വകാര്യ വാഹനങ്ങൾ ഒരു വാഹനങ്ങളും ഗവിക്ക് കടത്തിവിടത്തില്ല. ഈ KSRTC ബസ് മാത്രമേ ഇതുവഴി കടത്തിവിടത്തുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ കുമളി, വണ്ടിപ്പെരിയാർ, വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് ഉണ്ടല്ലോ, അവിടെ നിന്ന് വാഹനങ്ങളൊന്നും നേരത്തെയും കടത്തിവിടത്തില്ല. കടത്തിവിടുന്നതെല്ലാം ആങ്ങാമൊഴി ചെക്ക് പോസ്റ്റിൽ നിന്നാണ് കടത്തിവിട്ടുകൊണ്ടിരുന്നത്. സ്വകാര്യ വാഹനങ്ങളൊക്കെ കടത്തിവിട്ടുകൊണ്ടിരുന്നത്. ഇതിൻ്റെ അപ്ഡേഷൻ അറിയാനായിട്ട് പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാനായിട്ട് പറ്റും. നമുക്ക് കൂടുതലും സഞ്ചാരികൾ എത്തുന്നത് കുമളിയിൽ നിന്ന് ഗവി വഴി പത്തനംതിട്ടയ്ക്കാണ്. കാരണം എന്താണെന്നറിയാമോ? കുമളിയിൽ നിന്ന് 5:30-ന് പുറപ്പെടുന്ന ബസ് 6 മണിയാകുമ്പോഴത്തേനും കാടിനുള്ളിലേക്ക് പ്രവേശിക്കും. ആ ടൈമിൽ പ്രവേശിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വന്യമൃഗങ്ങളെ കാണാനായിട്ട് സാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ ഈ പത്തനംതിട്ടയിൽ നിന്ന് എടുക്കുന്ന KSRTC ബസ് 7 മണിയാകുമ്പോഴത്തേക്കിനെ കാടിനുള്ളിലേക്ക് പ്രവേശിക്കത്തുള്ളൂ. ഈ കാണുന്ന 2 വശങ്ങളിലായി നിൽക്കുന്ന ഈറ്റകൾ കണ്ടോ? ഈ ഈറ്റകൾ ഭക്ഷിക്കാനായിട്ട് ഒരുപാട് ആനകൾ ഈ സമയത്ത് ഇറങ്ങും. അത് കാണണമെങ്കിൽ രാവിലെ തന്നെ വരണം. അതുകൊണ്ടാണ് കുമളിയിൽ നിന്ന് ഗവിക്ക് ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ സഞ്ചാരപ്രിയമേറുന്ന ഒരു റൂട്ടായിട്ട് മാറിയത് തന്നെ.
നമ്മൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി, കാരണം ഇവിടെ ഒരുപാട് ആനപ്പിണ്ടങ്ങളും ഒക്കെ ഇട്ടിട്ട് ആന നശിപ്പിച്ച ഒത്തിരി ഈറ്റകളൊക്കെ ഇവിടെ നമുക്ക് പോകുന്ന വഴിയിൽ കാണാനായിട്ട് സാധിക്കും. പക്ഷേ ഇവിടെ നമുക്ക് ആനകളെ ഒന്നും കാണാനായിട്ട് സാധിച്ചില്ല. അത് എന്നെ വളരെ നിരാശപ്പെടുത്തി. എങ്കിലും നിരാശകൾ കൈവിടാതെ ഞാൻ മുന്നോട്ട് പോവുകയാണ്. ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ, ഈ ബസ് എവിടെ നിൽക്കുന്നോ അതെ അങ്ങോട്ട് നോക്കി. ആദ്യം നമ്മൾ കാണുന്ന ഡാമാണത്. അതാണ് മൂഴിയാർ ഡാം. അതിൻ്റെ റിസർവയറിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതാണ് ഈ കാണുന്നതാണ് മൂഴിയാർ ഡാം. 1999 നിർമ്മിച്ച് KSEBിയുടെ ഉടമസ്ഥതയിലുള്ള സീതത്തോട് പഞ്ചായത്തിലാണ് ഈ മൂഴിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത്. ഇത് ഗ്രാവിറ്റി ഡാമാണ്. അതിൻ്റെ മുകളിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഏകദേശം 5 ഡാമുകളാണ് ഈ ഗവി കുമളി റൂട്ടിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതിൽ 4 ഡാമുകളുടെ മുകളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഡാമുകളുടെ മുകളിൽ കൂടെ സഞ്ചരിക്കാം എന്ന പ്രത്യേകതയും ഈ ഗവി റൂട്ടിന് ഉണ്ട്. ഈ കാണുന്ന താഴോട്ട് കാണുന്നത്, റൈറ്റ് സൈഡിൽ താഴോട്ട് കാണുന്നത് മൂഴിയാർ പവർ ഹൗസിലേക്കുള്ള വഴിയാണ്. അങ്ങോട്ട് പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ല കേട്ടോ. നമുക്ക് ലെഫ്റ്റിലേക്കാണ് ഗവിക്ക് പോകേണ്ടത്. ഈ വഴി ഗവിക്ക്, നേരെ ഗവി. കാനന ഭംഗിയൊക്കെ ആസ്വദിച്ച് പോകാൻ പറ്റിയൊരു സ്ഥലമാണ് ഗവി എന്നത്. നമുക്ക് ടൈം എടുത്ത് നമുക്കെല്ലാം കണ്ട് വനത്തിനുള്ളിലൂടെ ഒരു 4-4.5 മണിക്കൂർ ആസ്വദിച്ച് പോകാം. ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയട്ടെ, ഇവിടെ ഒരു മൊബൈൽ നെറ്റ്വർക്കിനും റേഞ്ച് ഇല്ല കേട്ടോ. നമ്മുടെ BSNLന് പോലും ഇവിടെ റേഞ്ച് ഇല്ല. അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് നമുക്ക് ഈ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നമുക്ക് പോകാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ എല്ലാവരും ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുമല്ലോ അല്ലേ. കേരളത്തിലെ തന്നെ ഏറ്റവും തിക്കായിട്ടുള്ള ഫോറസ്റ്റാണ് ഈ ഗവി റൂട്ടിലുള്ള ഈ ഫോറസ്റ്റ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാകാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ മൂഴിയാർ KSEBിയുടെ ക്യാൻറ്റീൻ, നേരത്തെ ഇവിടെയായിരുന്നു ഫുഡ് കഴിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ ഇവിടെ ഫുഡ് ഇപ്പോൾ ഇല്ല. അതിൻ്റെ കാരണങ്ങൾ ഞാൻ വിശദമായി പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ഇവിടെ ഒരു 5 മിനിറ്റോളം ബസ് നിർത്തും കേട്ടോ. അപ്പോൾ നമുക്ക് ഇറങ്ങി ഇതൊക്കെ ഒന്ന് കാണാനുള്ള ഒരു ടൈം നമുക്ക് കിട്ടും. ഇവിടെ നിന്ന് ഗവിക്ക് 41 കിലോമീറ്ററും കുമളിക്ക് 82 കിലോമീറ്ററുമാണ് ഉള്ളത്. അപ്പോൾ ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഉൾപ്പെടുന്നത് സീതത്തോട് ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിലാണ്. അങ്ങനെ 5 മിനിറ്റ് നമുക്കിവിടെ ബ്രേക്ക് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇറങ്ങി, ഞാനും ഇറങ്ങി, കാഴ്ചകളൊക്കെ ഒന്ന് ഇവിടത്തെ ഒന്ന് കണ്ടുവരാം. നമ്മുടെ ബസ്സാണിത് കേട്ടോ. പകൽ വെളിച്ചത്തിൽ ഇതാണ് നമ്മളുടെ പോകുന്ന ഓർഡിനറി ബസ്. ഈ റൂട്ടിൽ ഓർഡിനറി ബസ്സുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഫാസ്റ്റ്, സൂപ്പർ ഫാസ്റ്റ് അങ്ങനെയുള്ള ഒരു ബസ്സുകളും ഇല്ല. അതുപോലെ തന്നെ നമുക്ക് ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുക്കാൻ പറ്റത്തില്ല. നമ്മൾ സ്റ്റാൻഡിൽ വന്ന് ബസ്സിൽ കയറിയിരുന്ന് വേണം നമുക്ക് ടിക്കറ്റ് എടുക്കാനായിട്ട്. അതിനാൽ നമ്മൾ ആദ്യം വരികയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സീറ്റ് നമുക്ക് സെലക്ട് ചെയ്ത് ഇരിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. തിരക്കുള്ള ദിവസങ്ങളിൽ, ശനി ഞായർ ദിവസം, ഇനിയുള്ള അവധി ദിവസങ്ങൾക്ക് വൻ തിരക്കുകൾ കാണാൻ സാധ്യതയുള്ളതിനാൽ നേരത്തെ വന്ന് സീറ്റ് നമ്മൾ കണ്ടെത്തി ഇരുന്നോണം. ഇല്ലെങ്കിൽ സീറ്റ് കിട്ടത്തില്ല. നമുക്ക് വേറെ എവിടെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇരിക്കേണ്ടതായിട്ടും വരും. എല്ലാവരും ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ച് ഞാൻ നിങ്ങളൊരു കാര്യം കാണിക്കാം. ഇത് എന്താണെന്ന് മനസ്സിലായോ ആർക്കെങ്കിലും? ഇതാണ് പെൻസ്റ്റോക്ക് പൈപ്പുകൾ. ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായി കക്കി ഡാമിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദനത്തിനുള്ള വെള്ളം ഒഴുക്കിക്കൊണ്ടുപോകുന്ന പെൻസ്റ്റോക്ക് പൈപ്പുകളാണ് ഈ കാണുന്നത്. കണ്ടോ, ഇത് തന്നെ കാണാനായിട്ട് എന്താ രസമല്ലേ. ഗവി യാത്രയിലെ ഏറ്റവും വലിയ ആകർഷമായ ഒന്നാണ് ഈ പെൻസ്റ്റോക്ക് പൈപ്പുകൾ എന്നത്. കണ്ടോ, താഴ്വാരമൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് ആ ഇളം വെയിലിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലേ. ഏകദേശം ഒരു 19 കിലോമീറ്റർ നമ്മൾ കാടിനകത്തൂടി യാത്ര ചെയ്തിട്ട് നമുക്ക് ഇതുവരെ ഒരു വന്യജീവിയെ പോലും കാണാൻ സാധിച്ചില്ല. സാധാരണഗതിയിൽ ആന, കാട്ടുപോത്ത് തുടങ്ങിയവയൊക്കെ കാണേണ്ട ടൈം കഴിഞ്ഞു. എന്നിരുന്നാലും നമ്മൾ ഇനി കാണുമെന്ന പ്രതീക്ഷയിൽ മുന്നോട്ട് പോവുകയാണ്. ഈ താഴ്വരയിലേക്ക് സൂക്ഷിച്ച് നോക്കി ആ കാണുന്ന വെള്ള നിറത്തിൽ കാണുന്നത് എന്താണെന്നറിയാമോ? നമ്മൾ നേരത്തെ കണ്ട മൂഴിയാർ ഡാമിൻ്റെ ദൃശ്യമാണ് നമുക്കിവിടെ ഇന്ന് അതിമനോഹരമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആനകളെ നമുക്ക് കാണാൻ പറ്റുന്ന ഫോറസ്റ്റ് റൂട്ടുകളിൽ ഒന്നാണ് ഈ ഗവി കുമളി റൂട്ട്. എന്നിരുന്നാലും നമുക്ക് ആനകളെ ഒന്നും കാണാനായിട്ട് സാധിച്ചില്ല. ആന, കടുവ, മ്ലാവ്, കാട്ടുപോത്ത് ഇങ്ങനെ ധാരാളം വന്യമൃഗങ്ങൾ ഈ കാടിനകത്ത് ഉണ്ട്. ആണോ, നല്ല തിക്ക് ഫോറസ്റ്റ് ആണ് അല്ലേ. അടിപൊളിയാണ് കേട്ടോ ഗവി റൂട്ട്. പേഴ്സണലി പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി റൂട്ടാണ് കേട്ടോ. മഴക്കാലത്തൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ അരുവികളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അരുവികൾ മാത്രമല്ല, വെള്ളച്ചാട്ടങ്ങൾ നമുക്ക് ഈ റൂട്ടിൽ കാണാനായിട്ട് സാധിക്കും.
മഴക്കാലത്ത് വരികയാണെങ്കിൽ മറ്റൊരു പ്രത്യേകതയും കൊണ്ട് ചെറു മഞ്ഞും കാറ്റും ഒക്കെ ആസ്വദിച്ച് നമുക്ക് അട്ടയുണ്ട് കേട്ടോ. മഴക്കാലത്ത് അട്ടയുടെ ശല്യം നന്നായിട്ടുള്ള ഒരു റൂട്ട് കൂടിയാണ് ഇത്. അപ്പം ഇതൊക്കെ ആസ്വദിച്ച് കണ്ട് നമുക്ക് ഇതുവഴി യാത്ര ചെയ്യാനായിട്ട് പറ്റും. വേനൽക്കാലത്ത് കാടിൻ്റെ ഭംഗി മറ്റൊരു തരത്തിലേക്കും മറ്റൊരു രീതിയുമാണ് കേട്ടോ. ദേ നോക്കിക്കേ, കണ്ടോ കാട്ടുപോത്ത്, സൂക്ഷിച്ചു നോക്കിയോ കാട്ടുപോത്തിൻ്റെ കൂട്ടങ്ങൾ അവിടെ. ഒരു 5-8-10 കാട്ടുപോത്തുകൾ നിരയായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. കണ്ടോ ഒരുത്തൻ നമ്മളെ നോക്കുന്നത് കണ്ടോ കാട്ടുപോത്ത്. നമ്മുടെ ഈ യാത്രയിലെ ആദ്യത്തെ വന്യജീവിയാണ് അല്ലേ, കാട്ടുപോത്തിനെയാണ് നമ്മൾ കാണുന്നത്. അടിപൊളി സാധനങ്ങളാണ് കേട്ടോ, ഒരു 5-8 എണ്ണം ഉണ്ട് എല്ലാം കൂടെ കണ്ടോ. അങ്ങനെ അവരുടെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്നതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് ഇറങ്ങുകയാണ്. യാത്രക്കാരെയൊക്കെ കണ്ട് വണ്ടി ഫുള്ളാണ് കേട്ടോ. എല്ലാവരും കാട്ടുപോത്തിനെയൊക്കെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ്. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും കണ്ടു കേട്ടോ കാട്ടുപോത്തിനെ. ഈ വരുന്ന KSRTC ബസ്സാണ് കുമളിയിൽ നിന്ന് 5:30 എടുക്കുകയും 6 മണിക്ക് കാട്ടിൽ പ്രവേശിക്കുന്നതുമായി ഞാൻ പറഞ്ഞില്ലേ, ആ ബസ്സാണ് ഈ ബസ്. ഇത് നേരെ പത്തനംതിട്ടയ്ക്കാണ് പോകുന്നത്. നമ്മുടെ വള്ളക്കടവ് ചെക്ക് പോസ്റ്റിൽ നിന്ന് ജംഗിൾ സഫാരി ബുക്ക് ചെയ്യാൻ പറ്റും. അത് ബസ്സിൽ ഇത്ര പേർക്ക് പോയിട്ട് മൊത്തത്തിൽ കണ്ടുവരാനായിട്ട് ഗവിയുടെ കാടുകൾ ഫുള്ള് കണ്ടുവരാനായിട്ട് നമുക്ക് പറ്റുന്ന ഒരു ഇതുണ്ട്. അത് നമുക്ക് ബുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അത് നമുക്ക് പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ കയറിയിട്ട് വേണം അത് ബുക്ക് ചെയ്യാനായിട്ട്. നമ്മൾ വള്ളക്കടവ് ചെക്ക് പോസ്റ്റിൽ വരിക, നമ്മുടെ വാഹനം അവിടെ ഇട്ടിട്ട് ഗവൺമെൻറ്റിൻ്റെ ഫോറസ്റ്റിൻ്റെ ബസ്സിൽ നമുക്ക് ഈ സഫാരി നടത്താനായിട്ട് സാധിക്കും. അപ്പം അതിനുള്ള ഫീസും മറ്റു കാര്യങ്ങളും എല്ലാം ഒഫീഷ്യൽ സൈറ്റിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഇങ്ങനെയല്ലാതെ സ്വകാര്യ വാഹനങ്ങളൊന്നും തന്നെ ഇന്ന് നിലവിൽ ഗവിയിലേക്ക് കടത്തി വിടുന്നില്ല. നമ്മൾ പകൽ പോയിട്ട് പോലും എന്തോ ഇരുട്ടാണെന്നൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കുക. സൂര്യൻ്റെ വെളിച്ചം നിലത്ത് മുട്ടുന്നേ ഇല്ല, അല്ലെങ്കിൽ ഭൂമിയിൽ പതിയുന്നേ ഇല്ല അല്ലേ. ഇവിടെ ഒരു 5 മിനിറ്റ് ബസ് നിർത്തി കേട്ടോ. അപ്പോൾ ഇവിടുത്തെ അതിമനോഹരമായ ഒരു ദൃശ്യം ഞാൻ കാണിക്കാം കേട്ടോ. ഒരു മൊട്ടക്കുന്ന് കണ്ടോ, നല്ല ഗോൾഡൻ കളറിലല്ലേ. വേനൽക്കാലം ആയപ്പോഴത്തേനും കരിഞ്ഞുണങ്ങി പച്ചിപ്പൊക്കെ കരിഞ്ഞുണങ്ങി ആ ഗോൾഡൻ കളറിലേക്ക് മാറിയിരിക്കുകയാണ്. ഈ കാണുന്നതാണ് കക്കീർ ഡാമിൻ്റെ റിസർവയറിലാണ് ഞാൻ നിൽക്കുന്നത്. മനോഹരമായ ഒരു കാഴ്ചയല്ലേ ഇവിടെ നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ഏകദേശം ഒരു 5 മിനിറ്റോളം ബസ് നിർത്തിയിടും. അപ്പം നമുക്ക് കാഴ്ചകളൊക്കെ ആസ്വദിക്കാം. കണ്ടോ ബസ് കിടക്കുന്നതൊക്കെ കണ്ടോ, ആളുകളൊക്കെ ഇറങ്ങി, ഇതിൽ വന്ന യാത്രക്കാരൊക്കെ ഇറങ്ങി ഫോട്ടോ എടുക്കുകയും ഇതിൻ്റെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ ഈ കാണുന്ന ഈ സ്ഥലത്ത് ആനകളൊക്കെ ഇറങ്ങാറുണ്ട് അത്രേ. ആനകൾ മാത്രമല്ല മറ്റ് വന്യജീവികളും ഒക്കെ ഇറങ്ങാറുണ്ട് ഈ റിസർവയറിൽ കേട്ടോ, വെള്ളം കുടിക്കാനും മറ്റുമൊക്കെ. ഈ കാണുന്ന മൊട്ടക്കുന്നുകളിലും ആനകളൊക്കെ ഇറങ്ങാറുണ്ട്. പക്ഷേ നമ്മുടെ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഒരു ആനകളെ പോലും നമുക്കിവിടെ ഇന്ന് കാണാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ആ ഒരു 5 മിനിറ്റത്തെ ബ്രേക്കിന് ശേഷം ഞങ്ങളുടെ ബസ് എടുത്തിരിക്കുകയാണ്. ഈ കാണുന്നതാണ് നമ്മുടെ കക്കി ഡാം. കക്കി ഡാമിനെ പറ്റി നിങ്ങൾക്ക് എന്തെല്ലാം അറിയാം? സീതത്തോട് ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്നത്, നമുക്ക് മുകളിൽ കൂടെ പോകാൻ സാധിക്കുന്നതുമായ 1964 നിർമ്മാണം ആരംഭിച്ച ഡാമാണ് കക്കി ഡാം. ശബരിഗിരി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ കക്കി ഡാം നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും എന്ത് ഉയരത്തിലാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നതെന്ന്. നമ്മൾ ഈ റൂട്ടിലുള്ള ഏറ്റവും ഉയരത്തിൽ കൂടെ പോകാൻ കഴിയുന്ന ഒരു ഡാമും ഈ കക്കി ഡാം തന്നെയാണ്. കണ്ടോ നല്ല രസമില്ലേ കാണാനായിട്ട് കക്കി ഡാം. ഈ കക്കി ഡാമിൻ്റെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മകരജ്യോതി കാണാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ആ മല കാണാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. അയ്യോ, കക്കി ഡാമിൻ്റെ റിസർവയർ കണ്ടോ, നല്ല പച്ച കളറിലുള്ള വെള്ളമല്ലേ, നല്ല ശാന്ത സുന്ദരമായിട്ട് കിടക്കുന്നല്ലേ. എന്നെ താഴ്ചയാന്ന് നോക്കിക്കേ. ഇതുകൊണ്ട് വലിയൊരു പാറമട നമുക്ക് ഇവിടുന്ന് കാണാനായിട്ട് സാധിക്കും. എനിക്ക് തോന്നുന്നു ഈ ഡാം പണിയാനായിട്ട് ഇവിടെ നിന്നാണ് പാറകളൊക്കെ പൊട്ടിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. അത് ചിലപ്പം ശരിയാകാം. ഇതാണ് ആനത്തോട് ഡാം. സീതത്തോട് പഞ്ചായത്തിലാണ് ഈ ആനത്തോട് ഡാമും സ്ഥിതി ചെയ്യുന്നത്. 1964 പണി തുടങ്ങി 1967 ആയപ്പോഴത്തേക്കിനും കമ്മീഷൻ ചെയ്ത ഒരു ഡാമാണ് ഈ ആനത്തോട് ഡാം എന്നത്. നല്ല രസമില്ലേ ആനത്തോട് ഡാമിൻ്റെ റിസർവയറും മറ്റു കാര്യങ്ങളും ഒക്കെ കാണാനായിട്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ആനത്തോട് ഡാം. ഇവിടെ കുറച്ച് അവശിഷ്ടങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഡാം പണിയുന്ന കാലത്ത് കെട്ടിയ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ എന്തെങ്കിലും അവശിഷ്ടങ്ങളാകാം. ഇപ്പം വെള്ളം ഒക്കെ താന്നത് കൊണ്ട് നമുക്കിത് കാണാനായിട്ട് സാധിക്കുന്നത്. ഓർഡിനറി എന്ന സിനിമയിലൂടെയാണ് ഗവി എന്ന ഗ്രാമം പ്രശസ്തമാകുന്നത്. ഗവി എന്ന റൂട്ടും KSRTC ഗവിയിലേക്കുള്ള ബസ്സും പ്രശസ്തമാകുന്നത്. കുഞ്ചാക്കോ ബോബനും ബിജു മേനോനും ഒക്കെ തകർത്തഭിനയിച്ച
ഓർഡിനറി എന്ന മൂവി കണ്ടിട്ടാണ് ഒട്ടുമിക്ക എല്ലാവരും തന്നെ ഗവിയിലേക്ക് എത്തുന്നത്. ഓർഡിനറി സിനിമയിലെ പല രംഗങ്ങളും ഷൂട്ട് ചെയ്ത സ്ഥലങ്ങൾ നമുക്ക് പോകുന്ന വഴിയിലേക്ക് കാണാനായിട്ട് സാധിക്കും. ഇതാണ് ഗവി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ്. ഇവിടെ നമ്മുടെ വാഹനം നിർത്തി നമ്മുടെ കണ്ടക്ടർ ഇറങ്ങിയിട്ട് ഈ വാഹനത്തിൽ ഈ KSRTC ബസ്സിനകത്ത് എത്ര പേര് ഉണ്ട് എന്ന് അവിടെ റിപ്പോർട്ട് ചെയ്യണം. നമ്മൾ സ്വകാര്യ വാഹനത്തിൽ വരികയാണെങ്കിൽ നമ്മൾ ഇവിടെ ഇറങ്ങിയിട്ട് നമ്മുടെ മറ്റു രേഖകളെല്ലാം ഇവിടെ കാണിക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ ഇവിടുത്തെ ചെക്ക് പോസ്റ്റ് നമുക്ക് തുറന്നു തരത്തുള്ളൂ. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് യാത്രയ്ക്ക് വേണ്ടിയിട്ട് ആ ചെക്ക് പോസ്റ്റ് ഉയർത്തി തന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടെ മറ്റു രീതിയിലുള്ള ചെക്കിങ്ങും കാര്യങ്ങളും ഒന്നും ഇതുവരെ എനിക്ക് തോന്നുന്നു KSRTC ബസ്സിൽ ഞാൻ വന്നതുകൊണ്ടായിരിക്കാം അതൊന്നും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല, ഞാൻ കണ്ടുമില്ല കേട്ടോ. ഇവിടുന്ന് ഏകദേശം 50 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കുമളിക്ക്. ഇനിയും 10 കിലോമീറ്ററും കൂടെ മാത്രമേ ഉള്ളൂ നമ്മുടെ ഗവിയിലേക്ക് എത്താനായിട്ട്. സാധാരണഗതിയിൽ നമ്മൾ വരുമ്പോഴത്തേനും നമുക്ക് ഗവിയിൽ ഇറങ്ങാൻ പറ്റും. പക്ഷേ നിലവിൽ ഗവിയിൽ നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. അതിൻ്റെ ഒരു നിരാശ എനിക്കുണ്ട്. ഗവിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കുമളിയിൽ നിന്ന് വരുന്ന ബസ്സിന് തിരിച്ച് എനിക്ക് പത്തനംതിട്ടയിലും എത്താൻ സാധിക്കുമായിരുന്നു. പക്ഷേ എനിക്ക് ഗവിയിൽ ഇറങ്ങാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മൾ പമ്പ ഡാമിൻ്റെ മുന്നിലെത്തിക്കണം. പക്ഷേ ഇതിനകത്തൂടെ നമ്മുടെ ബസ് പോകത്തില്ല കേട്ടോ. നമ്മുടെ ബസ് മുകളിൽ കൂടെ പോകാത്ത ഏക ഡാമാണ് പമ്പ ഡാം. അങ്ങനെ പമ്പ ഡാമിനോട് വിട പറഞ്ഞ് നമ്മൾ പോവുകയാണ്. ഇതാണ് ഗവി ഇക്കോ ടൂറിസം കൊച്ചുപമ്പ. പക്ഷേ ഇവിടെയും നമ്മുടെ ബസ് നിർത്തത്തില്ല കേട്ടോ. അങ്ങനെയാണ് ഇപ്പോഴത്തെ സർവീസും റൂട്ടും കാര്യങ്ങളും എല്ലാം പോകുന്നത്. അതിമനോഹരമായ കാഴ്ചകളും താഴ്വാരങ്ങളും കുന്നുകളും ഒക്കെ കണ്ട്, അരുവികളും കണ്ട്, അതുപോലെ തന്നെ ചെറു പാലങ്ങളും കടന്ന് നമ്മൾ ഗവിയുടെ മണ്ണിലെത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ജനവാസ മേഖലയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ താമസിക്കുന്നവരെല്ലാവരും തന്നെ ശ്രീലങ്കയിൽ നിന്നും കുടിയേറി പാർത്തിട്ടുള്ള തമിഴ് വംശജരാണ്. ഇവരെ നമ്മുടെ ഗവൺമെൻറ്റാണ് ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ടുള്ളതെന്നുമാണ് എനിക്കറിയാനായിട്ട് സാധിച്ചത്. ഒരു കാര്യം ഞാൻ പറയാനായിട്ട് വിട്ടുപോയി കേട്ടോ. നമ്മുടെ ബൈബിളിലെ നോഹയുടെ പേടകം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു മരമുണ്ട്. അതേതാണെന്നറിയാവോ? ലോഫർ മരം. അത് ഇവിടെ ധാരാളമായിട്ട് ഈ ഗവി റൂട്ടിൽ നമുക്ക് ധാരാളമായിട്ട് കാണാൻ സാധിക്കുമെന്നത് ഒരു പ്രത്യേകത. ഒരു മരം നമുക്ക് അടുത്ത് കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഞാൻ പോകുന്ന വഴി അത് കാണിച്ചു തരാമേ. ഗവി എന്ന സുന്ദര ഗ്രാമത്തിലെ വീടുകളും തടാകങ്ങളും അരുവികളും മൈതാനങ്ങളും പുഴകളും എല്ലാം ആസ്വദിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. കണ്ടോ, അരുവികളൊക്കെ വേനൽക്കാലമായതിനാൽ വരണ്ടിട്ടില്ല, എന്നാലും വെള്ളമുണ്ട്. ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ യാത്രയിലൂടെ. നമ്മുടെ ബസ്സിൽ ഇപ്പം നല്ല തിരക്കാണ് കേട്ടോ. ഓൾറെഡി ഞങ്ങൾ സീറ്റ് ഫുള്ളായിട്ടാണ് വന്നത്. ഇവിടുത്തെ പ്രദേശവാസികളൊക്കെ കുമളിക്കൊക്കെ പോകുന്നവരും കുട്ടികളും പഠിക്കുന്നവരും എല്ലാം തന്നെ ഈ ബസ്സിനെയാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ ഈ ബസ് ഇപ്പം ഫുള്ളാണ്, നിറഞ്ഞിരിക്കുകയാണ്. ഇനി വണ്ടിപ്പെരിയാർ വരെ നല്ല തിരക്കായിരിക്കും. കാരണം ജനവാസ മേഖലകളിലൂടെയാണ് ഇനിയുള്ള നമ്മുടെ യാത്ര. നമ്മൾ ഈ ഇടത് സൈഡിൽ കാണുന്ന ഈ ബിൽഡിംഗ് ഉണ്ടോ, ഇതാണ് ഗവൺമെൻറ് LP സ്കൂൾ ഗവിയിലെ LP സ്കൂളാണിത്. വലതുവശത്തായിട്ട് നമുക്ക് തടാകങ്ങളൊക്കെ കാണാം. ഇവിടെയൊക്കെ വന്യജീവികളൊക്കെ ഇറങ്ങാൻ സാധ്യതയുള്ള പ്രദേശമാണ്. ഈ വെള്ളമൊക്കെ കുടിക്കുന്നതിനായിട്ട്. എന്നിരുന്നാലും നമുക്ക് ഒന്നിനെയും തന്നെ കാണാനായിട്ട് സാധിച്ചില്ല. ഗവിയിലെ സഹകരണ ബാങ്ക്, പോസ്റ്റ് ഓഫീസ്, റേഷൻ കടയൊക്കെ പ്രവർത്തിക്കുന്ന ഇവിടാണ്. ഈ വലത് സൈഡിലേക്ക് ഏകദേശം 6 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മീനാർ ഡാം എത്തും. പക്ഷേ അവിടെ നമുക്ക് പ്രവേശനമില്ല കേട്ടോ. 2 ഡാമുകളാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ അടുത്ത ഡാമിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് ഗവിയാർ ഡാം ഉള്ളത്. അപ്പോൾ ഇവിടെ ഇന്ന് ഒരുപാട് സഫാരികൾ നമുക്ക് അവൈലബിൾ ആണ്. പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് അത് നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. കൂടാതെ ഇവിടെ ഒരു വലിയ ഗാർഡനും കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും ബോട്ടിങ്ങും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ബോട്ടിങ്ങിനൊക്കെ നമ്മൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഓഫ്ലൈനായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ കണക്കുകൂട്ടൽ. എന്നിരുന്നാലും നമുക്ക് ഇവിടെ ഇറങ്ങാനായിട്ട് അനുമതിയില്ല. ഈ ബസ് ഇവിടെ നിർത്തത്തില്ല കേട്ടോ. ഇപ്പോഴുള്ള നിലവിലെ സാഹചര്യമാണ് പറയുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഗവിക്ക് വരുന്ന ഒരു KSRTC ബസ്സിൽ വന്നിരുന്നാലും ഗവിയിലെ പല സ്ഥലങ്ങളിലും നമ്മളെ ഇറക്കത്തില്ല. അതിന് നിയന്ത്രണമുണ്ട്. അതിനാൽ നമുക്ക് ഗവിയാർ ഡാമിൻ്റെ പരിസരത്ത് ഇറങ്ങാനായിട്ട് സാധിച്ചില്ല. ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് ഇറങ്ങി കണ്ടിട്ട് അടുത്ത ബസ്സിന് പോകാമായിരുന്നു, പക്ഷേ നമുക്ക് സാധിച്ചില്ല.
ബസ്സിലിരുന്ന് ഡാമിന് മുകളിൽ കൂടെ തന്നെ യാത്ര ചെയ്യുകയാണ്. നമ്മുടെ ഗവി സിനിമയിൽ ഈ ഡാമിനൊരു പ്രധാന പങ്കുണ്ട് കേട്ടോ. അതിനകത്ത് ഈ ഡാമിൻ്റെ മുകളിലൂടെ ബസ്സൊക്കെ പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നിരുന്നാലും ഇവിടെ ഒത്തിരി ബോട്ടിംഗ് ഒക്കെ നടത്തുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു കേട്ടോ. അതുപോലെ തന്നെ പശുക്കളൊക്കെ അവിടെ മേഞ്ഞ് നടക്കുന്നതായിട്ട്. നമ്മുടെ ബസ് കണ്ടോ ഫുള്ളാണ്. ഞാൻ മുമ്പേ പറഞ്ഞില്ലായിരുന്നു, ഭയങ്കര തിരക്കാണ്. ഗവി ഡാം ഇതെല്ലാം തന്നെ KSEBയുടെ ഉടമസ്ഥതയിലുള്ള ഡാമുകളാണ് കേട്ടോ. ഇതെല്ലാം തന്നെ. ഇനി നമ്മൾ പോകുന്ന അതിസുന്ദരമായ വഴികളിലൂടെയാണ്. ഓർഡിനറി സിനിമയ്ക്കകത്ത് ഗവിയിലെ പല ലൊക്കേഷനുകളും കാണിക്കുന്നുണ്ടല്ലോ. അതിൽ ഒരു ലൊക്കേഷനിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. അതിനകത്ത് ആ ബിജു മേനോനും കുഞ്ചാക്കോ ബോബനും കൂടെ കുഞ്ചാക്കോ ബോബൻ ബസ് ഓടിക്കുകയും വന്ന് തട്ടുന്നതായിട്ടുള്ള ഒരു സീനുണ്ടല്ലോ. ആ സീൻ ചിത്രീകരിച്ചത് ഇവിടെ വെച്ചാണ്. കുമളിയിൽ നിന്ന് വരുന്ന ബസ് ഇവിടെ നിർത്തിയതിന് ശേഷം മാത്രമേ പോകത്തുള്ളൂ. എന്നിരുന്നാൽ പത്തനംതിട്ടയിൽ നിന്ന് വരുന്ന ബസ് നിർത്തത്തില്ല കേട്ടോ. ഇവിടെ നല്ല കൊടും വളവുകളും നല്ല ഹെയർ പിന്നുകളും ഉള്ള വഴികളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം ഞാൻ വിട്ടുപോയി പറയാനായിട്ട്, നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ താമസ സൗകര്യം ഗവിയിലുണ്ട്. അത് നമുക്ക് ഗവി ഡാമിന് അടുത്തായിട്ട് അത് ബുക്ക് ചെയ്യാനായിട്ടും പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് നമുക്കത് ബുക്ക് ചെയ്യാനായിട്ട് കഴിയും. നമ്മൾ പോകുന്ന വഴിക്ക് ഉള്ളാർ ഡാമുണ്ട്. അവിടേക്കും നമുക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനം ഇല്ല കേട്ടോ. ഗവി റൂട്ടിൽ പ്രൈവറ്റ് ബസ്സുകൾ ഒന്നും തന്നെ ഇല്ല. നമ്മുടെ പത്തനംതിട്ടയിൽ നിന്നും കുമളിയിൽ നിന്നുമുള്ള KSRTC ബസ്സുകൾ മാത്രമേ ഇതുവഴി സർവീസ് നടത്തുന്നുള്ളൂ. പത്തനംതിട്ടയിൽ നിന്ന് രാവിലെ 5:30 ആദ്യ ബസ് പുറപ്പെടുന്നത്. പിന്നീട് 6:30 പിന്നെ 12:30 ബസ്സുള്ളത്. കുമളിയിൽ നിന്ന് രാവിലെ 5:30 ഉച്ചയ്ക്ക് 12:30 ഉച്ചയ്ക്ക് 1:15 കുമളി ഗവി പത്തനംതിട്ട ബസ് സർവീസ് ഉള്ളത്. 2 ഡിപ്പോയിൽ നിന്ന് 3 വീതം സർവീസുകൾ മാത്രമേ ഉള്ളൂ ഗവിക്ക്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റില്ല നമ്മുടെ KSRTC ബസ്സിൽ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുവഴി ഓർഡിനറി ബസ്സുകൾ മാത്രമേ സർവീസ് നടത്തുന്നുള്ളൂ. ഗവി കക്കി online.com വഴി നമുക്ക് ഗവിയിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ അറിയാനായിട്ട് സാധിക്കും. പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ കയറിയാലും നമുക്ക് ഗവിയിലെ കാര്യങ്ങളെല്ലാം തന്നെ അറിയാൻ, എല്ലാ പാക്കേജുകളും മറ്റ് ഡീറ്റെയിൽസും എല്ലാം തന്നെ അറിയാനായിട്ട് സാധിക്കുന്നതാണ്. വേനൽക്കാലത്ത് കാടിനകത്തൂടെയുള്ള യാത്ര അതൊരു അനുഭവം തന്നെയാണ്. എന്നിരുന്നാലും മഴക്കാലത്ത് ഞാൻ ഒരിക്കൽ കൂടി ഗവിക്ക് വരും. ആ മഴ നനഞ്ഞ് ഈ തടാകങ്ങളിലെല്ലാം അന്ന് ധാരാളം വെള്ളവും നല്ല ഒഴുക്കുമായിരിക്കും അല്ലേ. ഈ വരൾച്ചയിലെത്തിയിരിക്കുന്ന ഈ തടാകങ്ങളെല്ലാം അന്ന് നല്ലതുപോലെ സമൃദ്ധിയായിട്ട് ഒഴുകുന്നത് കാണാനായിട്ട് ഞാൻ ഒരിക്കൽ കൂടി ഗവിക്ക് മഴക്കാലത്ത് എത്തുന്നതായിരിക്കും. അതും നമ്മുടെ ഈ KSRTC ആനവണ്ടിയിൽ. അങ്ങനെ നമ്മൾ ദീർഘദൂര യാത്രയ്ക്ക് ശേഷം വള്ളക്കടവ് ചെക്ക് പോസ്റ്റിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് ഞാൻ പറഞ്ഞ ജംഗിൾ സഫാരി നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതും ബസ്സിൽ ഇവർ കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നത്. അത് പാക്കേജാണ്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് ഇവരുടെ സൈറ്റിൽ കയറി നോക്കിയാൽ മതി. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മുടെ വാഹനം നിർത്തുകയും നമ്മുടെ കണ്ടക്ടർ ഇറങ്ങി ചെന്നിട്ട് നമ്മുടെ വാഹനത്തിൽ എത്ര പേരുണ്ട് അവരുടെ എണ്ണവും ഡീറ്റെയിൽസും എല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മുടെ ബസ് ഇവിടുന്ന് കടത്തിവിടുകയുള്ളൂ. സ്വകാര്യ വാഹനങ്ങളാണെങ്കിലും ഇങ്ങനെ തന്നെ ആയിരിക്കും. മറ്റ് രേഖകളെല്ലാം തന്നെ കയ്യിൽ കരുതേണ്ടതുണ്ട് സ്വകാര്യ വാഹനത്തിൽ പോകുന്നവർ. ഇവിടെ നിന്ന് കുമളിക്ക് ഏകദേശം 19 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ ആദ്യം ചെല്ലുന്നത് വണ്ടിപ്പെരിയാറിലാണ്. അവിടെ ബസ് സ്റ്റാൻഡിൽ കയറിയതിന് ശേഷം മാത്രമേ നമ്മുടെ ബസ് കുമളിക്ക് പോകുകയുള്ളൂ. തേയിലത്തോട്ടങ്ങളുടെയും ഗ്രാമീണ ഭംഗി ആസ്വദിച്ചു കൊണ്ടുള്ള ഒരു യാത്രയാണ് ഇനി വണ്ടിപ്പെരിയാർ വരെ നമുക്ക് സമ്മാനിക്കുന്നത്. മനോഹരങ്ങളായ കാഴ്ചകളും അനുഭവങ്ങളുമാണ് ഓരോ യാത്രയും നമുക്ക് സമ്മാനിക്കുന്നത് അല്ലേ. അങ്ങനെ തന്നെയാണ് ഓരോ യാത്രയുടെയും അവസാനം മറ്റൊരു യാത്രയുടെ തുടക്കമാണ്. മറ്റൊരു മനോഹരമായ യാത്രാക്കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം. പത്തനംതിട്ടയിൽ നിന്ന് ഏകദേശം 150 കിലോമീറ്റർ അകലെയുള്ള കുമളിയിലേക്കുള്ള യാത്ര, ഗവി വഴി കുമളിയിലേക്കുള്ള ഈ മനോഹര യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഇതാണ് കുമളി ബസ് സ്റ്റാൻഡ്. അപ്പം ഇവിടെ അവസാനിക്കണേ. മറ്റൊരു യാത്രയുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ആ കാണുന്നിടത്താണ് ഗവി ബസ് നിർത്തുന്നത് കേട്ടോ. അത് പറയാൻ മറന്നുപോയൊരു കാര്യമാണ്. അപ്പം മറ്റൊരു യാത്രയിൽ വീണ്ടും കാണാം.